മത്സ്യമേഖലയിൽ ഒമാൻ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചതായി മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം. നിലവിൽ രാജ്യത്ത് 119 മത്സ്യസംസ്കരണ ഫാക്ടറികളാണ് പ്രവർത്തിക്കുന്നത്. പുതിയ മത്സ്യബന്ധന ബോട്ടുകൾക്കായുള്ള ലൈസൻസിനായി വ്യക്തികളിൽ നിന്നും കമ്പനികളിൽ നിന്നും അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒമാനിൽ മത്സ്യവ്യവസായ മേഖല അതിവേഗം വളരുകയാണ്. മത്സ്യവ്യവസായത്തിൽ നൂതനത്വവും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിലും ഫാക്ടറികൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ഫിഷ് കാനിംഗ് ഫാക്ടറികൾ, റെഡി ടു കുക്ക് മത്സ്യ ഉൽപ്പന്നങ്ങളുടെ സ്ഥാപനങ്ങൾ, ശുദ്ധീകരിച്ച മത്സ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളിലും വർധനവുണ്ട്. വിവിധ ഗവർണറേറ്റുകളിലായി പുതിയതും നവീകരിച്ചതുമായ 16 മത്സ്യ മാർക്കറ്റുകളുടെ നിർമ്മാണം നടന്നുവരുന്നുണ്ട്. വാർഷിക മത്സ്യ വിപണന പരിപാടി ഉൾപ്പെടെ 2024 മന്ത്രാലയം നിരവധി പ്രദർശനങ്ങളും വിപണന സംരംഭങ്ങളും സംഘടിപ്പിച്ചിരുന്നു. അതേസമയം രാജ്യത്ത് മത്സ്യബന്ധന ബോട്ട് ലൈസൻസിനുള്ള അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. മത്സ്യമേഖലയിലെ വ്യക്തികൾക്കും കമ്പനികൾക്കും മത്സ്യബന്ധന ബോട്ട് ലൈസൻസിന് അപേക്ഷിക്കാനുള്ള അവസരമാണ് തുറന്നിട്ടിരിക്കുന്നത്. നവംബർ 24 മുതൽ ഡിസംബർ 24 വരെയാണ് അപേക്ഷാ കാലയളവ്. കമ്പനികൾ തൊഴിൽ മന്ത്രാലയത്തിന്റെ നിബന്ധനകൾക്കനുസൃതമായുള്ള ഒമാനൈസേഷൻ പാലിക്കണമെന്നതാണ് വ്യവസ്ഥ. ഒമാനി ഉടമസ്ഥയിലുമായിരിക്കണം. കൂടാതെ മത്സ്യ ഗുണനിലവാര സർട്ടിഫിക്കറ്റിനൊപ്പം മത്സ്യ ഉൽപ്പന്നങ്ങൾ സംസ്കരിക്കുന്നതിനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനും കമ്പനികൾക്ക് ലൈസൻസ് ഉള്ള ഫാക്ടറികൾ ഉണ്ടായിരിക്കണം. എല്ലാ മത്സ്യബന്ധന യാനങ്ങളും മന്ത്രാലയം അംഗീകരിച്ച സാങ്കേതിക മാനദണ്ഡങ്ങളും സ്പെസിഫിക്കേഷനുകളും പാലിക്കണം. മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴിയോ സന്നദ്ധ ഓഫീസുകൾ വഴിയോ അപേക്ഷ സമർപ്പിക്കാം. മീഡിയ 1 മസ്കത്ത്.